ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ടോവിനോ ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയുണ്ടായി. സമ്മിശ്ര പ്രതികരണം എല്ലാം നെഗറ്റീവാണ് കൂടുതൽ കേട്ടത്. എന്നിട്ടും സിനിമയ്ക്ക് 23 കോടി രൂപയാണ് 4 ദിവസം കൊണ്ട് പിരിഞ്ഞു കിട്ടിയതെന്നാണ് എൻ്റെ നിർമ്മാതാക്കൾ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നോക്കാം, ഇതിന് ടോവിനോ ചിത്രത്തിന് ഇത്രയും കളക്ഷൻ ഉണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. കാരണം തിയേറ്ററിലും വലിയ ഇതില്ല, വലിയ മെച്ചമില്ല, സിനിമയ്ക്ക് വലിയ റെസ്പോൺസ് ഇല്ല. എന്നിട്ടും എങ്ങനെയാണ് ഇത് 22 കോടി രൂപ നേടിയത്? അതായത് ഒരു ദിവസം 5 ലക്ഷം രൂപ അല്ല 5 കോടി രൂപ ആവറേജ് കളക്ഷൻ വന്നാൽ മാത്രമേ ഒരു ചിത്രത്തിന് 4 ദിവസം കൊണ്ട് 23 കോടി, 5 കോടിയല്ല 5ന് മുകളിൽ പോകണം, 6 കോടിക്ക് അടുപ്പിച്ച് പോകണം, എങ്കിൽ മാത്രമേ 23 കോടി രൂപ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു ഇത്തിരി തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ഇങ്ങനെ കളക്ഷൻ റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ ടീമിന്റെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു മനുഷ്യന് തോന്നണം ശരിയായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള കളക്ഷൻ കൊടുക്കുക. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 4 ദിവസം കൊണ്ട് ഒരു 13 കോടി രൂപ കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, ഓക്കെ, നമുക്ക് സമ്മതിക്കാം. അപ്പോൾ 15 കോടി പോയി ഇവർ കൊടുത്ത് 23 കോടി രൂപയാണ് 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്യുന്നത്. ഇത് 4 ദിവസം കൊണ്ട് ഈ സിനിമ 10 കോടി കടന്നിട്ടില്ല എന്നതാണ് യഥാർത്ഥ സത്യം. ഇവരെങ്ങനെയാണ് അത് 23 കോടി രൂപ എന്ന് കൊണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഒപ്പിച്ചതെന്ന് അറിഞ്ഞൂടാ. കാരണം ഇവർക്ക് അതൊക്കെ ഒരു പ്രൊമോഷൻ ടെക്നിക്കായിരിക്കും. പക്ഷെ മലയാളികൾ, ചോറ് നിന്ന മലയാളികൾ ഇതൊക്കെ വിശ്വസിക്കും. 28 കോടി നിന്ന് ആള് കണ്ടിച്ച് സിനിമ പോലും കാണാൻ കയറുന്നില്ല, ഇപ്പോഴും ഇല്ല ആള്. 23 കോടി രൂപ കളക്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും അത്രയും മികച്ച സിനിമയായിരിക്കും എന്ന് വിചാരിച്ച ആളുകൾ സിനിമയ്ക്ക് കയറും എന്നുള്ള വിശ്വാസത്തിലായിരിക്കും അവരിതൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിരിക്കുക. അപ്പം ഈ സിനിമ ഇതുവരെ ഒരു 7 ദിവസം കൊണ്ട് മൊത്തത്തിൽ കേരളത്തിൽ നിന്ന് നേടിയത് വെറും 8.5 കോടിക്ക് താഴെയാണ്. അപ്പോൾ ഇത് വിദേശ മാർക്കറ്റിൽ നിന്നും അത്രയ്ക്ക് വലിയ റെസ്പോൺസ് ഈ സിനിമയ്ക്ക് ഇല്ല. കാരണം ഇത് എത്ര ടെക്നിക്കലി പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ലൊരു സ്റ്റോറി ഇല്ല എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു 3-3.5 കോടി രൂപയ്ക്കകത്ത് ഈ 7 ദിവസം കൊണ്ട് വെളിയിൽ നിന്ന് കിട്ടി കാണുള്ളൂ. ഇങ്ങനെ ഒരു 13 കോടി രൂപയ്ക്ക് താഴെ മാത്രമേ ഈ സിനിമ കളക്ട് ചെയ്യാൻ, ഒരു 18 കോടി രൂപയ്ക്ക് താഴെ, 16-15 കോടി രൂപയ്ക്ക് താഴെ ഫുള്ള് റണ്ണിങ് അവസാനിക്കും. ഈ ഒരു ചിത്രത്തിന് 4 ദിവസം കൊണ്ട് 23 കോടി രൂപ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റും? അല്ല, അവർ പറയുന്നത് കുഴപ്പമില്ല, അഡ്വർടൈസ്മെന്റ് ആണ്, ഓക്കെ, ആൾക്കാർ വിശ്വസിക്കണ്ടേ? അപ്പൊ നല്ലൊരു പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു 50 എനിക്ക് 4 കോടി കൊണ്ട് 50-100 കോടി എന്ന് കാണിച്ചിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇത് ഒരുമാതിരി മമ്മൂട്ടി ചിത്രങ്ങൾക്ക്, മാമാങ്കം അങ്ങനെയൊക്കെയുള്ള സിനിമകൾക്ക് വേണ്ടി പ്രൊഡ്യൂസർമാർ കൊടുത്തതുപോലെ ഇപ്പൊ 100-150 കോടി രൂപ, 130 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതുപോലെ ആയിപ്പോയി. ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണെങ്കിൽ ഞാൻ തന്നെ ഉറപ്പിച്ച് പറയാം, മമ്മൂട്ടി സിനിമ ഇതുവരെ ഒരു സിനിമയിൽ 100 കോടി രൂപ കടന്നിട്ടില്ല. പക്ഷെ നല്ല സിനിമകൾ ചെയ്യുന്നുണ്ട് മമ്മൂട്ടി, അത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഈ പ്രൊമോഷന് വേണ്ടി ഇങ്ങനെ സംഖ്യകൾ കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ദഹിക്കുന്ന ഒരു സംഖ്യ കൊടുക്കണം. അപ്പോൾ ഇതുവരെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയത് ഒരു 8.5 കോടിക്ക് താഴെയാണ്. ഇതൊരു 12 കോടി കൂടുതൽ കളക്ട് കേരളത്തിൽ ചെയ്യൂല. എങ്ങനെ പോലും ഒരു 15 കോടി 16 കോടിക്ക് മുകളിൽ ഇല്ല, വേൾഡ് വൈഡ് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലിടാം. ഓക്കെ, നന്ദി, നമസ്കാരം.